സംസ്ഥാനം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സാധാരണക്കാരുടെയും കരാറുകാരന്റെയും പണം നൽകാൻ ഖജനാവിൽ ചില്ലിക്കാശില്ലാത്ത അവസ്ഥ. എന്നാൽ ഇത് പുറംലോകം അറിയാതിരിക്കാൻ വളരെ തന്ത്രപരമായ നീക്കങ്ങളാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത്. ട്രഷറി ഡയറക്ടർ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയ രഹസ്യ നിർദ്ദേശമാണ് ഇപ്പോൾ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി ഉത്തരവുകൾക്ക് പകരം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ഈ നിർദ്ദേശങ്ങൾ കൈമാറുന്നതെന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഔദ്യോഗികമായ ഉത്തരവുകൾക്ക് പകരം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ഈ നിർദ്ദേശങ്ങൾ കൈമാറുന്നത് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഭരണപരമായ കാര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വാട്സ്ആപ്പ് പോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കില്ല എന്നത്. എന്നാൽ ഈ ഉറപ്പിനെ പരസ്യമായി ലംഘിച്ചുകൊണ്ടാണ് ട്രഷറി ഡയറക്ടറുടെ പുതിയ കളി. പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ട്രഷറികളിൽ എത്തുന്ന ബില്ലുകൾ പാസാക്കുന്നതിന് പുതിയൊരു കടമ കൂടി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രഷറിയിലെത്തുന്ന ബില്ലുകൾ ഉടൻ പാസാക്കാൻ പാടില്ല. പകരം അവ ഒരു ഗൂഗിൾ ഷീറ്റിൽ രേഖപ്പെടുത്തണം. ഈ ഗൂഗിൾ ഷീറ്റ് ഡയറക്ടറേറ്റിൽ ഇരുന്ന് നിരീക്ഷിക്കും. അവിടെ നിന്ന് നൽകുന്ന മുൻഗണനാ ലിസ്റ്റ് അഥവാ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ബില്ലുകൾക്ക് മാത്രമേ പണം അനുവദിക്കാവൂ. അതായത് പണം ആർക്ക് നൽകണം, എപ്പോൾ നൽകണം എന്ന് തീരുമാനിക്കുന്നത് ഇനി മുതൽ ഉദ്യോഗസ്ഥരുടെ വിവേചന ബുദ്ധിയല്ല, മറിച്ച് മുകളിൽ നിന്നുള്ള ഈ പ്രയോറിറ്റി ലിസ്റ്റ് ആയിരിക്കും. ഇതോടെ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്കായി എത്തുന്ന ചെറിയ ബില്ലുകൾ പോലും ദിവസങ്ങളോളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. സാധാരണയായി 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്ക് നിയന്ത്രണം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ പുതിയ ഗൂഗിൾ ഷീറ്റ് പരിശോധന വന്നതോടെ സാധാരണ ബില്ലുകൾ മാറാൻ പോലും 5 മുതൽ 7 ദിവസം വരെ കാത്തു നിൽക്കേണ്ടി വരുന്നു. പണം പിടിച്ചു നിർത്താൻ സർക്കാർ എത്രത്തോളം നെട്ടോട്ടം ഓടുന്നു എന്നതിന്റെ തെളിവാണിത്. HR ക്ലെയിമുകൾക്കും ബാങ്ക് ട്രാൻസ്ഫർ അല്ലാത്ത ചില ബില്ലുകൾക്കും മാത്രമാണ് ഇപ്പോൾ ഇളവുള്ളത്. ബാക്കിയുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഈ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്നും മറ്റൊരു ഗ്രൂപ്പിലും ഷെയർ ചെയ്യാൻ പാടില്ലെന്നും പ്രത്യേക നിർദ്ദേശമുണ്ട്. സർക്കാർ എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന്റെ സൂചനയാണിത്. അതേസമയം സംസ്ഥാനം ഇത്തരത്തിൽ സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോഴും സർക്കാരിന്റെ പരസ്യങ്ങൾക്കായി കോടികളാണ് ചെലവാക്കുന്നത്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പുകഴ്ത്തിക്കൊണ്ട് പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരുന്ന പരസ്യങ്ങൾക്ക് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകളാണ് നടക്കുന്നത്. ഖജനാവ് കാലിയാണെന്ന് പറയുന്നവർ തന്നെ ഈ പരസ്യങ്ങൾക്ക് പണം നൽകുന്നത് എവിടെ നിന്നാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ പരസ്യങ്ങളുടെ കുടിശ്ശിക പോലും വരും കാലത്ത് വലിയ ബാധ്യതയായി മാറും. അടുത്തതായി വരുന്ന സർക്കാരിന് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള കടക്കണിയിലേക്കാണ് ഈ സർക്കാർ കേരളത്തെ തള്ളിവിടുന്നത്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കങ്ങൾ ശ്രദ്ധേയമാകുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സർക്കാരിന്റെ ഇത്തരം സാമ്പത്തിക നിയന്ത്രണങ്ങളും മുൻഗണനാ അടിസ്ഥാനത്തിലുള്ള പണം നൽകലും വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടയാക്കുമോ എന്ന സംശയം ഉയരുന്നുണ്ട്. ട്രഷറി പൂട്ടിക്കൊണ്ട് പണം പിടിച്ചു വെക്കുകയും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം പണം നൽകുകയും ചെയ്യുന്ന രീതി കമ്മീഷന്റെ നിരീക്ഷണത്തിലാണ്. മന്ത്രിമാർക്ക് പോലും ഇതിൽ കൃത്യമായ മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ട്രഷറിയിൽ പണമില്ലാത്തതിനാൽ പല വികസന പ്രവർത്തനങ്ങളും നിലച്ചിരിക്കുകയാണ്. കരാറുകാരുടെ അവസ്ഥയാണ് ഇതിലും പരിതാപകരം. ജോലി പൂർത്തിയാക്കി ബില്ലുകൾ സമർപ്പിച്ച് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് കരാറുകാരുണ്ട്. അവരുടെ പണം നൽകാൻ ഖജനാവിൽ പണമില്ല. ഗൂഗിൾ ഷീറ്റിലെ മുൻഗണന നോക്കി പണം നൽകുമ്പോൾ പാവപ്പെട്ട കരാറുകാർ പട്ടിണിയിലാകുന്ന അവസ്ഥയാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതോടെ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ കമ്മീഷൻ ഏർപ്പെടുത്തിയേക്കാം. ഇത് സർക്കാരിനെ ശരിക്കും പ്രതിരോധത്തിലാക്കും. ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഇത്രയും വലിയൊരു സാമ്പത്തിക ക്രമക്കേടും നിയമലംഘനവും പുറത്തുവന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. വാട്സപ്പിലൂടെ നിർദ്ദേശങ്ങൾ നൽകുന്നത് വഴി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. ഒരു ഔദ്യോഗിക ഉത്തരവിറക്കിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ വാട്സ്ആപ്പ് സന്ദേശങ്ങൾക്ക് നിയമപരമായ നിലനിൽപ്പ് കുറവായതിനാൽ അത് സുരക്ഷിതമാണെന്ന് സർക്കാർ കരുതുന്നു. പക്ഷേ ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വന്നതോടെ ഈ രഹസ്യ നീക്കം പാളിയിരിക്കുകയാണ്. ജനങ്ങളെ വിട്ടികളാക്കി ഖജനാവ് പൂട്ടുന്ന ഈ നടപടി കേരളം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഖജനാവ് പൂട്ടിയ മുഖ്യനും രഹസ്യ സന്ദേശം അയച്ച ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഒരുപോലെ പ്രതിക്കൂട്ടിലാണ്. ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓരോ നീക്കവും ഇപ്പോൾ സർക്കാരിനെ നെഞ്ചിടിപ്പേറ്റുകയാണ്. കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.